ദി എഡൻ ഹസാർഡ് ഒരു പ്രാവശ്യം അവനെ മെസ്സി എന്നെങ്കിലും അവന് കോൾ ചെയ്തിരുന്നു. മെസ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് എന്നെങ്കിലും കോൾ ചെയ്തിരുന്നു അവനെ. അത്രയും നല്ല പ്ലെയറായിരുന്നു എഡൻ ഹസാർഡ്. ബട്ട് ഹി റിട്ടയർഡ് ഇൻ 38 ഏജ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് അവൻ്റെ ഡ്രീമായ റയൽ മാഡ്രിഡ് പിന്നീട് അവൻ്റെ നൈറ്റ്മെയർ ആയത് എങ്ങനെ. അവൻ 2012 ചെൽസിയിൽ ജോയിൻ ചെയ്തു. അസിസ്റ്റും ഡ്രിബിളിലും അവൻ കിങ് ആയിരുന്നു, അൺസ്റ്റോപ്പബിൾ ആയിരുന്നു. 2019 അവനൊരു ബെസ്റ്റ് ഫുട്ബോളറായിരുന്നു വേൾഡിൽ. പിന്നെ റിയൽ മാഡ്രിഡ് 100 മില്യണിന് ഹസാർഡിനെ വാങ്ങി റൊണാൾഡോനെ റീപ്ലേസ്മെൻ്റായി. ഓക്കെ, അപ്പോഴത്തേനും അവൻ ഓവർ വെയ്റ്റും പിന്നെ ഇഞ്ചുറി ആയിരുന്നു. PSG എതിരെ ആ കളിയിൽ ഇഞ്ചുറി പിടിച്ചു. പിന്നെ കുറേ കളിക്കാൻ സാധിച്ചില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെ പിറകെ വിളിച്ചു. അങ്ങനെ അവൻക്ക് കോൺഫിഡൻസ് 2019 അവൻ പേടിച്ച് കളിച്ചു. എന്നിട്ട് ഗോളടിച്ചത് ആകെ 7 ഗോളാണ്. 2023 അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റും കഴിഞ്ഞു. അവൻ പെട്ടെന്ന് റിട്ടയർമെൻറ്റ്. ചിലർ പറയും ഹി വാസ് അൺലക്കി, ചിലർ പറയും അവന് ട്രെയിനിങ് ചെയ്തിട്ട് എത്ര. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അവൻ്റെ മാജിക് സ്കിൽസുകളെല്ലാം നഷ്ടപ്പെട്ടു. ഡു യു തിങ്ക് ഹസാർഡ് വാസ് അൺലക്കി ഓർ ഓവർറേറ്റഡ്? പ്ലീസ് കമൻറ്റ്. ഓക്കെ, ദെൻ ബൈ.